MSC എൽസ കപ്പൽ അപകടത്തിന്റെ ഭാഗമായുണ്ടായ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് പഠനം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താനാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. 643 കണ്ടെയ്നറുകളാണ് മുങ്ങിയ കപ്പലിലുള്ളത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, പരിസ്ഥിതിയെ ബാധിച്ച കപ്പലപകടം ആയിരുന്നു. അതിൽ ഒരു പഠനം വരുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, നിലവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമാണ് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് സമഗ്രമായിട്ടുള്ള പഠനം നടത്താനിരിക്കുന്നത്. അതായത് MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പാരിസ്ഥിതികമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനമായിരിക്കും നടത്തുക. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുകയും ചെയ്യും. 643 കണ്ടെയ്നറുകളാണ് ഈ MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് മുങ്ങിയിട്ടുള്ളത്. നിലവിൽ 66 എണ്ണം കേരള തമിഴ്നാട് തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവയൊക്കെ തന്നെ കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇത് വലിയ രീതിയിൽ കനത്ത പാരിസ്ഥിതിക നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തലും നിഗമനവും. അതുകൂടാതെ തന്നെ ഈ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പാരമ്പര്യ മത്സ്യബന്ധനത്തിന് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ FIR അടക്കം പറയുന്നത്. അതുമാത്രവുമല്ല, വലിയ രീതിയിൽ അതായത് ഈ വിനാശകരമായിട്ടുള്ള പ്ലാസ്റ്റിക്, അതോടൊപ്പം തന്നെ മറൈൻ ഇന്ധനം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുങ്ങിയിട്ടുള്ളത്. അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് മുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വരും നാളുകളിൽ ഭാവിയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിവെക്കുമെന്നാണ് നിഗമനം. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത് എത്രത്തോളമാണ് ഇതിൻ്റെ തോത്, പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ തോത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സമഗ്രമായിട്ടുള്ള പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. 543 ടൺ നർഡിൽസുകൾ, അതായത് പ്ലാസ്റ്റിക് നർഡിൽസുകൾ ഈ കേരള തമിഴ്നാട് തീരത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. നേരത്തെ ഹൈക്കോടതിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അഡ്മിറാൽറ്റി സ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നർഡിൽസുകൾ വേർതിരിച്ച് അത് വീണ്ടും കടലിൽ നിന്ന് വീണ്ടും പൊങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 543 ടൺ നർഡിൽസുകൾ, പ്ലാസ്റ്റിക് നർഡിൽസുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി ഈ ബാക്കി മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ, എണ്ണച്ചോർച്ച, ഇത് വലിയ രീതിയിൽ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയിലടക്കം സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സമഗ്രമായിട്ടുള്ള പഠനം നിലവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഉടനടി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 9321 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ്. അതിൽ വിശദമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതം എത്രയാണ്, അതിന്റെ തോത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ കോടതി അടക്കം അറിയിക്കേണ്ടതുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സമഗ്രമായിട്ടുള്ള പഠനത്തിനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.